ഒരു കൂട്ടം പ്രാവുകൾ ഒരു ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ സസുഖം വാഴുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. ഇനി എങ്ങോട്ട് മാറുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത ക്രിസ്ത്യൻ പള്ളി കണ്ടത്. പ്രാവുകൾ ഒന്നിച്ച് ക്രിസ്ത്യൻ പള്ളിയുടെ മേൽക്കൂരയിൽ താവളമുറപ്പിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ക്രിസ്തുമസ് അടുത്തെത്തി. പള്ളിക്ക് മോടി കൂട്ടാനുള്ള പണി ആരംഭിച്ചു. ഇനി എവിടേക്ക് എന്ന് ചിന്തിച്ച പ്രാവുകൾ അടുത്തു കണ്ട മുസ്ലിം പള്ളി താവളമാക്കാൻ തീരുമാനിച്ചു. സുഖമായി കഴിയുമ്പോഴാണ് റംസാൻ കടന്നു വന്നത്. മുസ്ലിം പള്ളിയിൽ പുതുവർണ്ണങ്ങൾ പൂശാൻ തുടങ്ങി. പ്രാവുകൾ വീണ്ടും തങ്ങളുടെ ആദ്യ വാസസ്ഥലമായ അമ്പലത്തിന് മുകളിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഒരു ദിവസം റോഡിൽ ആളുകൾ പരസ്പരം പോരാടുന്നത് കണ്ട കുഞ്ഞുപ്രാവ് തള്ളപ്രാവിനോട് ചോദിച്ചു, അവരാരാണ്? അമ്മക്കിളി പറഞ്ഞു, ഇവർ മനുഷ്യർ. മതത്തിൻ്റെ പേരിൽ പരസ്പരം തർക്കിക്കുന്നു. അമ്പലത്തിൽ പോകുന്നവരെ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നു, ചർച്ചിൽ പോകുന്നവരെ ക്രിസ്ത്യൻ എന്നാണ് വിളിക്കുന്നത്, മോസ്കിൽ പോകുന്നവരെ മുസ്ലിങ്ങളെന്നും. കുഞ്ഞുകിളി ചോദിച്ചു, അതെന്താ അമ്മ അങ്ങനെ? നമ്മൾ അമ്പലത്തിൻ്റെ മുകളിലായിരുന്നപ്പോഴും മോസ്കിന് മുകളിൽ പാർത്തപ്പോഴും പ്രാവുകൾ തന്നെയായിരുന്നില്ലേ? ചർച്ചിൻ്റെ മുകളിൽ സുഖമായി കഴിഞ്ഞപ്പോഴും നമ്മൾ അറിയപ്പെട്ടിരുന്നത് പ്രാവുകൾ എന്ന പേരിൽ തന്നെയായിരുന്നില്ലേ? എന്തേ ഇവരെ മനുഷ്യർ എന്ന് വിളിച്ചുകൂടാ? അമ്മപ്രാവ് മറുപടി നൽകി, നമ്മൾ ഇവിടെയുള്ള പ്രാവുകൾക്കെല്ലാം ദൈവം എന്തെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് നമ്മൾ ഒരുമയോടെ സുഖമായി ജീവിച്ചു പോകുന്നു. ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ളവരെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യർക്കാകട്ടെ ദൈവം എന്നത് എന്തെന്ന് ഇനിയും മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ പരസ്പരം പോരാടി ജീവിതം കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എലിസബത്ത് ടെയ്ലർ എഴുതിയ ദ ബ്രില്യൻറ്റ് കോണൺസ് എന്ന പുസ്തകത്തിൽ നിന്ന് ഉള്ള ഒരു ചെറിയ ഭാഗം. മനുഷ്യരായി ജനിച്ചെങ്കിൽ മനുഷ്യരായി ജീവിക്കാം. ഉള്ളിലുള്ള വിശ്വാസം അതേത് മതത്തിൻ്റെ ആയാലും ആ വിശ്വാസം അംഗീകരിച്ചുകൊണ്ട് തന്നെ, ആ വിശ്വാസത്തിലായിരുന്നു കൊണ്ട് തന്നെ മനുഷ്യത്വമുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് മുന്നേറാം.